ഹലോ എവരിബഡി. സ്വാതന്ത്ര്യത്തിൻ്റെ പാതയേത് എന്ന ബാബാ സാഹേബിൻ്റെ പുസ്തകത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ വേറെ ഒരു ഭാഗത്തും കാണാൻ കഴിയുകയില്ല ഇന്ത്യയിലുള്ളതുപോലുള്ള ഒരു ജനതയെ. ഇവിടുത്തെ ബ്രാഹ്മണർ തൊട്ട് പഞ്ചമന്മാരെന്ന് പറയപ്പെടുന്ന ആയിരക്കണക്കിനുള്ള ജാതികളിൽ താഴെയറ്റത്തുള്ള ജാതിക്കാരൻ വരെ ഹിന്ദു ആണത്രേ. ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ അവരെയെല്ലാം ഹിന്ദുക്കളായി ഉണ്ടാവും എന്നല്ലാതെ അവർ തങ്ങളിൽ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുള്ളതായി ആരെങ്കിലും കരുതുന്നുണ്ടോ? സവർണ വിഭാഗങ്ങളും അന്യമതസ്ഥരുമായി കാണിച്ചു പോരുന്ന സൗഹൃദവും സമത്വഭാവവും വേഴ്ചയും അടുപ്പവും എത്ര സവർണർ അവർണരോട് കാണിച്ചു പോരുന്നുണ്ട്. മതങ്ങളെപ്പറ്റി പറയാറുണ്ട്, അവ ജനങ്ങളെ അടുപ്പിക്കുന്നതാണെന്നാണ് ഇംഗ്ലീഷിലെ റിലീജൻ എന്ന പദം ബന്ധിപ്പിക്കുന്ന അർത്ഥമുള്ള റെലീഗാര എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും വന്നതാണ്. ഇവിടുത്തെ ഹിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു നേരിയ നൂല് പോലുമില്ലെന്നതാണ് യാഥാർത്ഥ്യം. സമത്വമെന്നുണ്ടെങ്കിലും സാമ്പത്തികവും സാമൂഹ്യമായ രാഷ്ട്രീയവുമായ തുല്യത ഒരല്പമെങ്കിലും ഉണ്ടാകണം. പ്രത്യേകിച്ച് സാമ്പത്തികമായ തുല്യത. അതിൻ്റെ പുറകിൽ നിക്ഷിപ്ത താല്പര്യവുമുണ്ട് എന്ന വസ്തുതയും നാം കാണുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെ നോക്കിയാൽ പലതും ഉന്നത വിഭാഗത്തിൻ്റെ നിക്ഷിപ്ത താല്പര്യത്തെ താലോലിക്കുന്നതാണെന്ന് കാണാൻ കഴിയുമല്ലോ. അതായത് സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ളവരുടെ താല്പര്യ സംരക്ഷണം പലതിനെ സംബന്ധിച്ചിടത്തോളവും പ്രധാനമല്ല. ഈ സമീപനം പണ്ടേ നിലനിന്ന് പോരുന്നതാണെന്ന് ഡോക്ടർ അംബേദ്കർ ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ച് തികച്ചും ശാസ്ത്രീയമായി തന്നെ പഠിച്ച വ്യക്തിയാണ്. മതസ്ഥിതരെ ആ നിലയിൽ തന്നെ തളച്ചിട്ടിരിക്കുന്നത് ഹിന്ദുമതമാണ് എന്ന് ഡോക്ടർ അംബേദ്കർ കണ്ടിരുന്നു. അവർക്ക് നല്ല ആഹാരം കഴിച്ചുകൂടാ, വസ്ത്രം ധരിച്ചുകൂടാ, നല്ല പാത്രത്തിൽ വെള്ളം കോരി കുടിച്ചുകൂടാ, നല്ല വീട്ടിൽ താമസിച്ചുകൂടാ, ആദായകരമായ തൊഴിൽ ചെയ്തുകൂടാ, ഗവൺമെൻറ് സർവീസുകൾ കടന്നു ചെന്നുകൂടാ. ഈ നിരോധനങ്ങൾ മതത്തിൻ്റേതാണ്, അത് ഹിന്ദു മതത്തിൻ്റേതാണ്. സാംസ്കാരികവും മാനസികവുമായി സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ച അവർക്കുണ്ടാകാതെ അവരെ അടിമകളാക്കിയത് ഹിന്ദുമതമാണ്. നമ്മുടെ കേരളത്തിലെ കാര്യവും വളരെ വ്യത്യസ്തമായിരുന്നില്ലല്ലോ. ജീവിക്കാനുള്ള പ്രകൃതി സഹജമായ അവകാശമുണ്ടായിരുന്നുവോ ഇവിടുത്തെ അവർണർക്ക്? തീണ്ടലും തൊടിയിലും മാത്രമല്ല, കാണാൻ പോലും പാടില്ല എന്നുള്ള വ്യവസ്ഥകളും ഉണ്ടായിരുന്നില്ലേ? ദൂരം തന്നെ അളന്നിരുന്നത് തീണ്ടാപ്പാടിൻ്റെ പേരിലായിരുന്നു എന്നതും എത്ര അപഹാസ്യമായ കാര്യമായിരുന്നുവെന്ന് നമ്മൾ ഓർക്കണം. ആ കാരണത്താലും മറ്റുമാണല്ലോ 1892 കേരളം സന്ദർശിക്കാനിടയായ സ്വാമി വിവേകാനന്ദൻ കേരളം തനി ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് നമ്മൾ ഓർക്കണം. കാത്തലിൻ ബ്ലിസ് എന്ന ഒരു മഹതി മതങ്ങളുടെ ഭാവി, ഫ്യൂച്ചർ ഓഫ് റിലീജിയൻസ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് അവർ പറയുന്നു, ഇന്ത്യയിലെ ബ്രാഹ്മണർ എന്ന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ആയിരം വർഷങ്ങളായി ഇന്ത്യയിൽ ആധിപത്യം പുലർത്തിക്കൊണ്ടുപോരാൻ കഴിയുന്നുവെന്നത് അത്ഭുതമായ ഒരു പ്രതിഭാസമാണെന്നാണ്. ജനസംഖ്യയിൽ അവർ ഹൈന്ദവരുടെ ഇടയിൽ വളരെ ചെറിയ ഒരു ശതമാനം മാത്രം വരുന്നുള്ളൂ. എന്നിട്ട് പോലും അവർ ഇവിടുത്തെ രാഷ്ട്രീയവും ഭരണപരവും സാംസ്കാരികപരവും സാമൂഹികമായ രംഗത്ത് പ്രാമാണ്യം നിലനിർത്തിപ്പോരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾ ഇന്ന് പട്ടികജാതിക്കാരെന്നും പട്ടികഗോത്രവർഗ്ഗക്കാരും എന്നും പറയപ്പെട്ടു പോരുന്നവർ ഉൾപ്പെടെയുള്ളവർ പിന്നോക്ക വിഭാഗങ്ങൾ ഇന്നും അവഗണിക്കപ്പെട്ടവരും പിന്തള്ളപ്പെട്ടവരും തന്നെയായി കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ഉള്ളത്. അതായത് ഈ വിഭാഗങ്ങൾ ഹൈന്ദവരിൽ ഏതാണ്ട് 75% വരും. അതായത് ഇന്ത്യയിലെ അവർണ ഹിന്ദുക്കൾ എന്ന് പറയുന്നവരുടെ ജനസംഖ്യ ഏത് കണക്ക് വെച്ച് നോക്കിയാലും ഇവിടെ ഭൂരിപക്ഷമുള്ളവരാണ്. ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യമാണ് താനും. അങ്ങനെയാകുമ്പോൾ സാധാരണഗതിയിൽ ഭരണരംഗത്തെ നിയന്ത്രിക്കാനുള്ള സമ്പൂർണ്ണമായ അധികാരം അവരുടെ കൈകളിൽ എത്തേണ്ടതാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കട്ടെ. ജനാധിപത്യം അംഗീകരിച്ച അതോടൊപ്പം മതേതരത്വവും സോഷ്യലിസവും ദേശീയ ലക്ഷ്യവുമായി അംഗീകരിച്ച നമ്മുടെ ഇന്ത്യയിൽ മതത്തിൻ്റെയോ ജാതിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല, ഒരു തരത്തിലുമുള്ള സംഘടനകൾ പോലും ഉണ്ടാകരുതെന്നാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം. അവിടെ ഏതു തരത്തിലുള്ള ഇടപെടലുകളും ജനാധിപത്യം പുറകോട്ട് വലിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഭരണഘടന വിഭാവനം ചെയ്യുന്നതും രാഷ്ട്രീയ കക്ഷികൾ പ്രഖ്യാപിക്കുന്നതും ദേശീയ ജീവിതത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി അന്തസത്തയായി തീരുന്നതിന് ഉതകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി സംജാതമാവുന്നത് വഴി ജനങ്ങളുടെ ക്ഷേമം പുലർത്താൻ യത്നിക്കുമെന്ന ലക്ഷ്യമാണ് ഭരണഘടനയുടെ 38ാം അനുച്ഛേദം
നിലവിൽ വന്നിട്ട് 32 വർഷങ്ങളായി. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ ലക്ഷ്യത്തെ വേണ്ട തരത്തിൽ സമീപിക്കാൻ നമുക്കിതേവരെ കഴിയാതിരുന്നത്? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ ഉത്തരം എന്തെന്ന് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ഡോക്ടർ അംബേദ്കർ ചെയ്ത സ്വാതന്ത്ര്യത്തിൻ്റെ പാത ഏത് എന്ന് പ്രസംഗത്തിൻ്റെ പ്രസക്തി നമുക്ക് ബോധ്യമാവും. അധസ്ഥിതരെ അടിമത്ത വ്യവസ്ഥയിൽ തളച്ചിട്ടിരിക്കുന്നത് ഹിന്ദുമതമാണ്. അടിസ്ഥാന ജനതയുടെ ആഹാരം, വസ്ത്രം, കുടിവെള്ളം, ഭവനം, ആദായകരമായ തൊഴിൽ, സഞ്ചാര സ്വാതന്ത്ര്യം, സർക്കാർ സർവീസിലെ ഉദ്യോഗം തുടങ്ങിയ സർവ്വ മേഖലകളിലും വിലക്കുകൾ ഏർപ്പെടുത്തിയത് ആ മതത്തിലുള്ള അസമത്വത്തെയാണ് വിളിച്ചറിയിക്കുന്നത്. ഈ നിരോധനങ്ങൾ മതത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ മതം ഉപേക്ഷിച്ച് സ്വതന്ത്രരാവുക എന്നതാണ് നാം മുന്നോട്ട് പോകേണ്ട പോംവഴി.